Hi students, welcome back to Bosco Campus Vision. This is the 12th lecture on operations management. In the last class we discussed about operation strategy and competitiveness. In today's session we will continue with the same topic. What are the competitive priorities that are adopted in operation strategy? First two points we already discussed in the previous session. Now we move to the third point, that is flexibility. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ എബിലിറ്റിയാണ്. അതായത് എന്തൊക്കെ മാറ്റങ്ങളും എന്തൊക്കെ വരുന്നുണ്ടോ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ മാറേണ്ടുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാം വരുന്നു അതിനനുസൃതമായിട്ട് മാറാനുള്ള ഒരു കമ്പനിയുടെ കഴിവാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. The flexibility operations helps in coping with uncertain circumstances. പല രീതിയിലുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിടാനായിട്ട് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. There can be many situations that warrants the immediate response from the business, such as change in technology, change in demand, or ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടി കമ്പനി പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാത്തിനും പെട്ടെന്ന് തന്നെയായിരിക്കണം പ്രതികരണം കൊടുക്കേണ്ടുന്നത്. പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടുന്ന സാഹചര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെയെല്ലാം ഒരു കമ്പനി ഫ്ലെക്സിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കമ്പനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. ഫ്ലെക്സിബിലിറ്റി ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. പ്രോഡക്റ്റ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, മാനുഫാക്ചറിങ് സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ദെൻ വർക്ക് ഫോഴ്സ് ഫ്ലെക്സിബിലിറ്റി, മാക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി. ഇങ്ങനെ പ്രധാനമായും 5 തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് വരുന്നത്. പ്രോഡക്റ്റ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റിന് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കമ്പനി അതനുസരിച്ച് മാറുന്നു എന്നുള്ളത്. ദെൻ കപ്പാസിറ്റി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് ഡിമാൻഡ് കൂടുകയാണെങ്കിൽ കമ്പനിയുടെ കപ്പാസിറ്റി കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യിക്കേണ്ടതായിട്ട് വരുന്നു. ദെൻ മാനുഫാക്ചറിങ് സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഉൽപ്പാദനക്ഷമതയിൽ വരുത്തേണ്ടുന്ന ഫ്ലെക്സിബിലിറ്റിയാണ്. ഇത് വർക്ക് ഫോഴ്സ് ഫ്ലെക്സിബിലിറ്റി, അതായത് തൊഴിലാളികളുടെ എണ്ണം കൂട്ടുന്നതും കുറയ്ക്കുന്നതിനും അനുയോജ്യമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നു. ദെൻ മാക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റ്, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക സ്ഥിതിയിലും വരുന്ന പല മാറ്റങ്ങളും അതും ഒരു കമ്പനിയുടെ എക്കണോമിക് എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. സോ അതിനനുസൃതമായിട്ടും കമ്പനി ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കമ്പനിക്ക് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ. ദെൻ ഫോർത്ത് പോയിൻ്റ് ഈസ് ഡെലിവറി. അടുത്ത് ചൂസ് ചെയ്യേണ്ട ഒരു കോമ്പറ്റീറ്റീവ് പ്രയോറിറ്റിയാണ് ഡെലിവറി എന്ന് പറയുന്നത്. ക്വാളിറ്റിയുള്ള ഗുഡ്സ് റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് പ്രൈസിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഡെലിവറി എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കമ്പനി തീർച്ചയായിട്ടും നിലനിൽക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ വിശ്വാസം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഇന്നോവേറ്റീവ്നെസ്. ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ എബിലിറ്റിയാണ്. പുതിയ രീതിയിലുള്ള പ്രോഡക്റ്റുകൾ, സർവീസുകൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ്റെ എബിലിറ്റിയാണ്. ചില സന്ദർഭങ്ങളിൽ പഴയ പ്രോഡക്റ്റുകളിൽ പോലും പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് പുതിയ വേർഷനിൽ പുതിയ പ്രോഡക്റ്റായിട്ട് മാർക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട്, മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നോവേറ്റീവ്നെസ്സും ഒരു കോമ്പറ്റീറ്റീവ് പ്രയോറിറ്റി തന്നെയാണ്. ഇന്നോവേഷൻ കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. പ്രോഡക്റ്റ് ഇന്നോവേഷനുണ്ട്, പ്രോസസ്സ് ഇന്നോവേഷനുണ്ട്, ടെക്നോളജി ഇന്നോവേഷനുണ്ട്.
ഓക്കെ, ഒരു ഓർഗനൈസേഷൻ എപ്പോഴൊക്കെയാണോ ഈ പറഞ്ഞിരിക്കുന്ന 3 തരത്തിലുള്ള ഇന്നോവേഷൻസ് തങ്ങളുടെ പ്രോഡക്റ്റിൽ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് ടൈമിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസൃതമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കമ്പനി തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സ് ഇപ്പം ശരിക്കും നല്ല രീതിയിൽ കയറി വരുന്ന ഒരു ഫേമാണ് ടാറ്റ മോട്ടോഴ്സ്. ഒരു സമയത്ത് ഒരുപാട് പുറകിൽ കിടന്നിരുന്നതാണ്. പക്ഷേ അവരുടെ ക്വാളിറ്റിയിലും അതുപോലെ ടെക്നോളജിയിലും എല്ലാം പല രീതിയിലുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് അതിനനുസൃതമായിട്ട് പുതിയ പുതിയ കാർസ് ഇറക്കുന്നത് കൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സ് ഇപ്പം ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 7th കോമ്പറ്റീറ്റീവ് പ്രയോറിറ്റിയാണ് പ്രധാനപ്പെട്ട ഒരെണ്ണമാണത്, ആഫ്റ്റർ സെയിൽ സർവീസ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ വെച്ച് തീരുകയല്ല കമ്പനിയുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് കൊണ്ടിരിക്കുമ്പം തന്നെയും ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുവാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കമ്പനിയായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് കൂടുതൽ ലോയാലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ആ ഒരു കമ്പനിയെക്കുറിച്ചൊരു ലോയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓരോ കസ്റ്റമേഴ്സിനെയും അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുവാനും സാധിക്കുന്നു. മാർക്കറ്റ് ഷെയർ പരമാവധി ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. Moreover, with the advent of information technology, the need for real-time information, 24/7 support and requirement of customized product is on the rise. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സെഷനിലുമായിട്ട് ഓപ്പറേഷൻ സ്ട്രാറ്റജി ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കോമ്പറ്റീറ്റീവ് പ്രയോറിറ്റീസിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് ചർച്ച ചെയ്തത്. പ്രധാനമായിട്ടും 6 പോയിൻറ്റ്സുകളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ലോ കോസ്റ്റ്, ദെൻ ക്വാളിറ്റി, ദെൻ ഫ്ലെക്സിബിലിറ്റി, ദെൻ ഡെലിവറി, ദെൻ ഇന്നോവേറ്റീവ്നെസ്, ആഫ്റ്റർ സെയിൽ സർവീസ്. These are the main competitive priorities that the business aspire to achieve. ഇത്രയും ആകുമ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം.